ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ സീസണിലെ ബൊഗെയിൻവില്ലയുടെ ഈ സീസണിലെ ആദ്യത്തെ ഒരു സെയിൽ വീഡിയോ ആണ്. നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയായിരിക്കും. ഇപ്പം നമുക്ക് പെറ്റ് സർവീസിൻ്റെ ഒന്നും സർവീസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ DTDC വഴിയായിരിക്കും അയക്കുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ, നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അയക്കണേ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ആദ്യത്തെ സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാന്റ് ഗിവ് അവേ നൽകുന്നുണ്ട്. ഹൈബ്രിഡ് ബൊഗെയിൻവില്ലയിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ നൽകുന്നത്. ഗിവ് അവേ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 3 കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്തു എന്ന് കമൻ്റ് ഇടുക. ഗിവ് അവേ വിന്നറിനെ നമ്മൾ ഡിസംബറിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. വിന്നറായിട്ടുള്ള ആൾക്ക് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് ആയിട്ട് നൽകുന്നത് തായ്ലൻഡ് പ്രിൻസസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. തായ്ലൻഡ് പ്രിൻസസിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ വാട്ടർമെലൻ കിസ്സൊക്കെ ആയിട്ട് സാമ്യമുള്ള നല്ലൊരു കളറാണ്. കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയാണ്. പിങ്കും പീച്ചും എല്ലാം കൂടെ മജന്തായോ കൂടിയൊരു കോമ്പിനേഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നത് കേട്ടോ. ഇത് മിസ് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല വെയിൽ കിട്ടുന്ന ഇതല്ല കേട്ടോ ഇതിൻ്റെ കളർ. യഥാർത്ഥത്തിൽ നല്ല വെയിൽ കിട്ടുന്നതനുസരിച്ച് ഇവിടെ ഈ ഡാർക്ക് പിങ്ക് കയറി വരും. അതിലൊരു സ്പോട്ടഡ് ആയിട്ട് വരും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കാണാനായിട്ട്. നിറച്ച് പൂവ് ഇടുന്ന ഇതുകൊണ്ട് ചെറിയൊരു പ്ലാന്റ് ആണ്. ഇതിൽ പോലും നല്ലപോലെ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 350 ആണേ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ്. ഇത് സുചിത്ര എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ തന്നെ നല്ല നിറച്ച് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയൊരു മദർ പ്ലാന്റ് തന്നെയാണ്. ഇതിന് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ തൈയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നിറയെ പൂവിട്ട് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 750. ഇതിൽ ഉണ്ടായിരുന്ന ഒരു സുചിത്രയുടെ കമ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ രണ്ട് കമ്പ് ഒന്നിച്ചൊരു ചട്ടിയിൽ വെച്ചതാണ്. രണ്ടും കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ചാലും തൈ മുളപ്പിച്ച് തൈയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഇവ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ല വെരിഗേറ്റഡ് ലീഫും അതുപോലെ തന്നെ പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഇടയ്ക്കൊക്കെ ഇതുണ്ട് പിങ്ക് തന്നെ. നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്കാണ് കേട്ടോ. വെരിഗേറ്റഡ് ലീഫും ചെറിയ ഫ്ലവറുമായിട്ട് വരുന്ന പ്ലാന്റ് ആണ്. നിറയെ ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇവ വെരിഗേറ്റഡിൻ്റെ എല്ലാത്തിലും ഒന്ന് ഫ്ലവറായി വരുന്നേ ഉള്ളൂ. ഇതുണ്ടോ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റെമ്മ് തന്നെയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള സ്റ്റെമ്മിലാണ് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ മൊട്ടായി വരുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ കുറച്ച് ഫ്ലവറുകൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 ആണേ. ഇത് ചില്ലി ഐസ്ക്രീമിൻ്റെ ഒരു പ്ലാന്റ് ആണ്. നിറയെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ചില്ലി ഐസ്ക്രീം ചില്ലി വെറൈറ്റിയിൽ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളർ കോമ്പിനേഷനാണ്. ഇതിന് റേറ്റ് വരുന്നത് 500 ആണേ. ഏകദേശം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നിറയെ മുട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റാണേ. ആപ്പിൾ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. ഒരു യെല്ലോ കൂടി ഒരു ഡബിൾ കളർ, അതായത് വെരിഗേറ്റഡ് ലീഫും ഇതിൻ്റെ റെഡ് കളർ ഫ്ലവറും വരും. ആപ്പിൾ റെഡ് അഥവാ റെഡ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റെമ്മൊക്കെയാണ്. ഇതിന് റേറ്റ് വരുന്നത് 400. ഇത് 21 ജുവൽസിൽപ്പെട്ട പ്ലാന്റാണ്. ഡാർക്ക് പിങ്കാണ്. കട്ടകട്ടയായിട്ട് കൊലകൊലയായിട്ട് അതിൻ്റെ അറ്റത്ത് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ്. ഇതും നല്ല വലിയ പ്ലാന്റാണ്. സ്റ്റെമ്മൊക്കെ കണ്ടാൽ അറിയാം. നല്ല വലിയൊരു പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 375. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ പിടിച്ച് കിട്ടുന്ന സൈസ് പെട്ടതാണ്. നല്ല ഭംഗിയാണ്. ഇത് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നതാണ്. നിറച്ച് പൂവിടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഒത്തിരി അങ്ങ് നീളത്തിലൊന്നും പോവില്ല. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബുഷായിട്ട് തന്നെ വരുന്ന പ്ലാന്റാണ്. ടാങ് ലോങ് പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം മഴയായിരുന്നു.
അപ്പോൾ ഉണ്ടായിരുന്ന ഫ്ലവർ ഇതുണ്ടോ, ഫ്ലവർ ഉണ്ടായിരുന്നതാണ് ഇവിടെ, ഫ്ലവർ കൊഴിഞ്ഞു പോയതാണേ. നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നേക്കുന്ന നല്ല കട്ടിയുള്ള വലിയ സ്റ്റെമ്മൊക്കെയാണ്. ഇതിന് റേറ്റ് വരുന്നത് 375. അദർണയുടെ പ്ലാന്റാണ്, കവർ സൈസ് വന്നിരിക്കുന്ന അദർണയുടെ പ്ലാന്റാണ്. മഹാറാണി അദർണയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റുകളാണ്, എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലാന്റുമാണ്. ഇതിന് നല്ലൊരു ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം മഴയത്ത് ഇതൊക്കെ കൊഴിഞ്ഞു പോയതാണ്. ഇതിന് റേറ്റ് വരുന്നത് 375 തന്നെയാണ്. ഇതൊക്കെ സ്റ്റോക്ക് കുറവാണ്, വളരെ കുറച്ച് എണ്ണം മാത്രമേ നമ്മളിലുള്ളൂ കേട്ടോ. ഇത് ടോപ്പ് റെയർ കളക്ഷനിൽപ്പെട്ട ബാലക എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ വർഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. നിറച്ച് പൂവിടും, വൈറ്റ് കളർ ഫ്ലവറാണ് വരുന്നത്, നല്ല ഭംഗിയാണ്. ഇതുകൊണ്ടോ ബാക്കിയൊക്കെ ഫുൾ മൊട്ടായിട്ട് വരുന്നതാണ്. നിറച്ച് പൂവിടുന്ന ഒരു വെറൈറ്റിയാണ്. ഒത്തിരി ഹൈറ്റൊന്നും വെച്ച് പോവില്ല, നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബുഷായിട്ട് തന്നെ നിൽക്കുന്ന പ്ലാന്റാണ്. ഇപ്പോൾ നല്ല ടോപ്പ് റെയർ ബോഹിമിലയിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ ബാലക എന്ന് പറയുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 800 ആണ്. ഇത് ചുനി ഗോസാമി എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റാണ്. ഈ ബാലക പോലെ തന്നെ അതേ വെറൈറ്റിപ്പെട്ട അതേ കാറ്റഗറിപ്പെട്ട പ്ലാന്റാണ് ഇതും. ഇതൊരു വലിയ മദർ പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടാൽ അറിയാം, നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. ഇത് റേറ്റ് വരുന്നത് 900 ആണേ, 900. ഇത് ഗോൾഡൻ പെട്രോ ബബീനോ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് ഈ പ്രാവശ്യത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് റെയർ വെറൈറ്റി പെട്ടതാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാൻ. നല്ലൊരു ഗോൾഡൻ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറും നല്ല ഭംഗിയാണ്. റെഡും പീച്ചും പിങ്കും കൂടെ അങ്ങനെ 3 കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നിറയെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റും കൂടെ. ഇത് വലിപ്പമുള്ളൊരു പ്ലാന്റാണ്, വലിയൊരു ചെടിയാണിത്. ഇതിന് റേറ്റ് വരുന്നത് 1200. എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടമുള്ള എപ്പോഴും ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് ഹവായി വൈറ്റ്. നല്ല വെരിഗേറ്റഡ് ലീഫും അതുപോലെ തന്നെ നല്ല വൈറ്റ് കളർ ഫ്ലവറും നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റാണ്. ഇത് നല്ല വലിപ്പമുള്ള സ്റ്റെമ്മൊക്കെയാണ് കേട്ടോ, ഹാർഡ് സ്റ്റെമ്മാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 600 ആണേ. ഇത് പിങ്ക് പാന്തർ എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ട പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീനാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിറച്ച് പൂവിടുന്നൊരു തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ്. ലൈറ്റ് പിങ്ക് കളർ, നല്ല നിറച്ച് പൂവിടും. നല്ല ഇതുകൊണ്ട് ഫുൾ മൊട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം മൊട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു മദർ പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നതും 1200. ഇതെല്ലാം നമ്മൾ തൈകൾ കവറിനകത്താക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് തരാനുള്ള സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇതിൻ്റെ കവറിൽ പേര് എഴുതാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇത് ഏത് പ്ലാന്റാണ്, ഇത് പൂ ഇട്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. അല്ല ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ നമുക്ക് സെയിൽ ചെയ്യാമായിരുന്നു. ഇതിപ്പം ചിലതൊക്കെ നമുക്ക് ലീഫ് കണ്ടാൽ അറിയാൻ പറ്റും. ഇതൊക്കെ ഡാർക്ക് വയലറ്റ് വരുന്നതാണെന്നറിയാം. അപ്പോൾ ചിലതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം, ബാക്കി അറിയില്ല. ഇതൊക്കെ ഫ്ലവർ ആയി കഴിയുമ്പോൾ സെയിമുള്ള തൈകളാണ്.